to read it in the context of law. Because two important words, അതായത് കൃഷിയുടെ പരിപാലനം എന്ന ആ ഭാഗത്ത് ഗ്രന്ഥകർത്താവ് രാഘവൻ സാർ ഉപയോഗിച്ചിരിക്കുന്ന ചില പദപ്രയോഗങ്ങൾ, അതിൽ കോടതിയുടെ ഒരു ഇൻ്റർവെൻഷൻ, കോടതിയുടെ പരിപാലനം, അതുപോലെ കൃഷിയുടെ പരിപാലനം, അതിൽ ജന്മി കുടിയാൻ ബന്ധം, ഇത് വരുന്നിടത്താണ് നിയമത്തിൻ്റെ ഒരു പെർസെപ്ഷൻ ഇതിൽ വരുന്നത്. അപ്പം ഇത് വായിച്ചു പോയ സമയത്ത് മലയാളത്തിൽ ഈ രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്ന ഇത്തരം ഗ്രന്ഥങ്ങൾ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളിൽ ചിലതൊക്കെ അപൂർവമായിട്ട്, ഞാൻ പറയുന്നത് ലീഗൽ ഫിക്ഷൻ അല്ല, മറിച്ച് പുരാവൃത്തങ്ങളെ അല്ലെങ്കിൽ മിത്തുകളിലെ, ഇപ്പോൾ ഹെർക്കുലിസ് അല്ലെങ്കിൽ റോമിയോ ആൻഡ് ജൂലിയറ്റ്, അങ്ങനെയുള്ള കഥാപാത്രങ്ങളെ ആധുനികമായിരിക്കുന്ന നിയമ സംവിധാനത്തിൻ്റെ ഭാഗമായി ഇൻ്റർപ്രറ്റ് ചെയ്തിരിക്കുന്ന കൃതികൾ വളരെ കുറവാണ്. മലയാളത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. എൻ്റെ പരിമിതമായ അറിവിലാണ് പറയുന്നത്. അവിടെയാണ് ഈ പുസ്തകത്തിൻ്റെ പ്രാധാന്യം. വളരെയധികം ഫ്യൂച്ചറിസ്റ്റിക് ആയിരിക്കുന്ന ഒരു വിഷൻ നിയമത്തിൻ്റെ കണ്ണിലൂടെ നോക്കുന്ന സമയത്ത് ഈ പുസ്തകത്തിൽ കൊണ്ടുവരാൻ രാഘവൻ സാറിന് സാധിച്ചു എന്നതാണ് എൻ്റെ ബോധ്യം. ആ ബോധ്യത്തിലാണ് ഞാൻ ഇനിയുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ നിയമപരമായ ഒരു കണ്ണിലൂടെ നോക്കി കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി വി ഗോ ബാക്ക് ടു pre-1963. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 1963 ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഇയർ. ഇറ്റ് ഈസ് ദ ടൈം വെൻ ദ ഗവൺമെൻറ് ഓഫ് കേരള ഇനാക്റ്റഡ് ദ ലാൻഡ് റിഫോംസ് ആക്ട് ഇൻ കേരള, കേരള ലാൻഡ് റിഫോംസ് ആക്ട്. അപ്പോൾ ഈ പുസ്തകം അതിനു മുമ്പ് എഴുതപ്പെട്ടിരിക്കുന്ന ഇടശ്ശേരിയുടെ കവിതകളെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം 1963 മുമ്പിൽ കേരളത്തിൽ, പ്രത്യേകിച്ച് മലബാറിൽ, പല ഭാഗത്തും ഡിഫറെൻ്റ് ആയിട്ടുള്ള ലാൻഡ് ലോസ് ആണ് നിലവിലുണ്ടായിരുന്നത്. മലബാറിലാണല്ലോ നമ്മുടെ ഈ സംസാര വിഷയം വരുന്നത്. അപ്പം മലബാറിൽ മലബാർ ടെനൻസി ആക്ട് 1929 ഇറ്റ് വാസ് എനാക്റ്റഡ്. അപ്പൊ ഈ പുസ്തകത്തിലേക്ക് വരുന്ന സമയത്ത് നേരത്തെ ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യത്തിൽ തുടങ്ങിയാണ്. അതായത് കൾച്ചർ, ഇറ്റ് ഇസ് എ സിസ്റ്റം ഓഫ് സയൻസ് ഓർഗനൈസ്ഡ് ബൈ ഡീപ് സീറ്റഡ് സ്ട്രക്ചർ. ദിസ് ഈസ് ദ ബേസിക് തിയറി ഓഫ് ക്ലോത്ത് ലെവി-സ്ട്രോസ്. ആൻഡ് വി നോ ദാറ്റ് എവ്രിതിങ് ക്യാൻ ബി ടേക്കൺ അണ്ടർ ദ വേർഡ് ഓർ ദ കൺസെപ്റ്റ് ഓഫ് കൾച്ചർ. അങ്ങനെ വരുന്ന സമയത്ത് ഈ പറയുന്ന ജന്മി കുടിയാൻ ബന്ധം അത് കൾച്ചറിൻ്റെ ഒരു പ്രോഡക്റ്റാണ്. ഇറ്റ് ഇസ് എ പ്രോഡക്റ്റ് ഓഫ് കൾച്ചർ ബിക്കോസ് എവ്രിതിങ് ദാറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ദ സിവിലൈസേഷൻ ഓർ ഹ്യൂമൻ ബീങ്സ് ക്യാൻ ബി ടേക്കൺ ആസ് എ കൾച്ചർ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ ഡീപ് സ്ട്രക്ചർ that always consists of binary opposition as stated by other speakers here, but at the same time this contradiction, ഈ വൈരുദ്ധ്യങ്ങളെ മറയ്ക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ എല്ലാ ആഖ്യാനങ്ങളിലും ഉണ്ടാവും, അല്ലെങ്കിൽ കൾച്ചർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ഇതിൽ നമ്മൾ പറഞ്ഞു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ പുത്തൻ കലവും അരിവാളും എന്നത് 1947 എഴുതപ്പെട്ടിരിക്കുന്ന ഈ കവിതയിൽ എന്താണ് ബൈനറി ഒപ്പോസിഷൻ, how this can be related with the law, that is the question. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ വാക്കുകൾ അകംപൊരുൾ എന്ന് പറയുന്ന, അതായത് ഈ പാരഡൈം എന്ന് പറയുന്ന ആ സംഭവത്തിൻ്റെ ബൈനറി എന്ന് പറയുന്നത് എന്താണ്, നേച്ചർ വേഴ്സസ് കൾച്ചർ എന്ന് വായിക്കാനാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. നേച്ചർ വേഴ്സസ് കൾച്ചർ. അപ്പോൾ പുത്തൻ കലവും അരിവാളിലും എങ്ങനെയാണ് നേച്ചറും കൾച്ചറും തമ്മിലുള്ള വൈരുദ്ധ്യം അല്ലെങ്കിൽ ദ്വന്ദ്ം ഉണ്ടാവുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഈ മലബാർ ടെനൻസി ആക്ടിനെ കൊണ്ടുവരാൻ പറ്റും, അതിലൂടെ വായിക്കാൻ പറ്റും. എന്താണ് ഇപ്പോൾ പുത്തൻ കലവും അരിവാൾ എന്ന് പറയുന്ന, അരിവാൾ എന്താണ്, ഇറ്റ് ഇസ് എ സിംബോളിക് സ്ട്രക്ചറാണ്. കാരണം സിക്കിൾ ഈസ് യൂസ്ഡ് ഫോർ ഹാർവസ്റ്റിംഗ്, അല്ലെ, വിളവ് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. സോ ഇറ്റ് ഇസ് എ ടൂൾ ഓഫ് what is culture? എന്തിനാണ്? In order to, tool represents the culture. It is a sickle is a tool of culture which is used to domesticate the nature, because a paddy or field or any crop, it is a part of nature. And ആ നേച്ചറിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് സിക്കിൾ. അതാണ് അരിവാൾ.
that symbolize. So there is this paradoxical relationship, nature versus culture. And we know that nature എന്താണ്, nature എപ്പോഴും untamable ആയിരിക്കും. Nature is always phenomenal. അത് ഫിനോമിനൽ ആണ്, അൺടൈമബിൾ ആണ്, നിയന്ത്രിക്കാനൊന്നും പെട്ടെന്ന് പറ്റില്ല. ബട്ട് കൾച്ചർ ഈസ് കോഡിഫൈഡ്. കൾച്ചർ എന്ന് പറയുന്നത് കോഡിഫൈഡ് ആണ്. അതിൽ നിയമം വരും, ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരും. ഇതൊക്കെ എന്താണ്, ഒരു പ്രത്യേക സ്ട്രക്ചറിന്റെ അകത്ത് കോഡിഫൈ ചെയ്യപ്പെട്ടതാണ്. അപ്പൊ ഇവ തമ്മിലുള്ള ദ്വന്ദ്ം, അതാണ് ഈ പുത്തൻ കലവും അരിവാളും എന്ന കവിതയുടെ ആത്മാവ് എന്ന് രാഘവൻ സാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് നമ്മൾ നിയമത്തിലൂടെ കാണുക എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പുത്തൻ കലം എന്ന വാക്കുകൂടി വന്നിട്ടുണ്ട്. ആ കലം എന്തിനുപയോഗിക്കുന്നു? ആഫ്റ്റർ ദ ഹാർവസ്റ്റ് ദ ഗ്രെയിൻ ഈസ് സ്റ്റോർഡ് ഇൻ ദ പോട്ട്. അത് ന്യൂ പോട്ടാണ്, പുത്തൻ കലമാണ്. അപ്പൊ അവിടെ ഒരു ട്രാൻസിഷൻ ഉണ്ട്. കാരണം ഓൾഡർ സ്ട്രക്ചർ എന്തായിരുന്നു? ഓൾഡ് സ്ട്രക്ചർ ഈസ് എൻ എക്സ്ക്ലൂസീവ് സ്ട്രക്ചർ. ആ ഓൾഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ജന്മി കുടിയാൻ ബന്ധമാണ്. അവിടെ ജന്മി എന്ന് പറയുന്നത് ലാൻഡ് ലോഡ്, അത് ജന്മമാണ്, ബേർത്ത് റൈറ്റ് ആണ്. എന്നാൽ കുടിയാൻ അല്ലെങ്കിൽ കർഷകൻ അയാളുടെ ബേർത്ത് റൈറ്റ് അല്ല, ഹീസ് ഓൺലി എ പൊസസർ. അവൻ കൈവശാവകാശക്കാരൻ മാത്രമാണ്, അവന് ഭൂമിയിൽ അവകാശമില്ല. അവകാശം ജന്മിക്ക്. എങ്ങനെയാ ജന്മിക്ക് അവകാശം കിട്ടിയത്? അത് ഹി വാസ് ബോൺ ഇൻ എ പെർട്ടിക്കുലർ ഫാമിലി, ദാറ്റ് ഫാമിലി ഓൺഡ് ദ പ്രോപ്പർട്ടി. അല്ലാതെ അയാളുടെ അധ്വാനത്തിന്റെ ഫലമല്ല. അയാൾ ഒരു പ്രത്യേക കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് അയാള് ബൈ ബേർത്ത് റൈറ്റ് ആയിട്ട് കിട്ടിയിരിക്കുകയാണ്. ആൻഡ് ആ കാലഘട്ടത്തിൽ ആൾക്കാർ വിശ്വസിക്കുന്നത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഡിവൈൻ റൈറ്റ്, അത് ദൈവദത്തമാണ്. അല്ലെങ്കിൽ ആ രീതിയിൽ, ബിക്കോസ് ജന്മി എന്താണ്, ഇവിടെ ഇല്ലത്തിലാണ് ജന്മി ഉള്ളത്. അപ്പോൾ അവർക്ക് ജന്മാവകാശമായി കിട്ടിയിരിക്കുന്നത് ആണ്. മറിച്ച് കുടിയാൻ അയാള് പൊസസർ മാത്രമാണ്, കൈവശാവകാശം മാത്രമാണ്. അങ്ങനെ വരുന്ന സമയത്ത് വാട്ട് ഡിഡ് ദ ലോ സേ അബൌട്ട് ഇറ്റ്? എന്താണ് നിയമം പറഞ്ഞു വരുന്നത്? അപ്പൊ അവിടെയാണ് 1929 ഈ മലബാർ ടെനൻസി ആക്ടിൽ പ്രത്യേകം പറയുന്നുണ്ട്, ഈ കൈവശാവകാശക്കാരനെ പെട്ടെന്ന് കുടിയൊഴിപ്പിക്കാൻ പാടില്ല എന്ന് അന്നേ പറഞ്ഞിട്ടുണ്ട്. ദർ ആർ സർട്ടൻ കണ്ടീഷൻസ്. ചില കണ്ടീഷൻസ് വെച്ചിട്ടാണ് കുടിയിറക്കുന്നത്. അതിൽ ഒരു കണ്ടീഷൻ എന്താണ്? ഈ പാട്ടബാക്കി തുക കൊടുക്കാൻ, കുടിശ്ശികയായിട്ട് കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ നിങ്ങൾക്ക് അയാളെ ഒഴിപ്പിക്കാം. അല്ലെങ്കിൽ ഇഫ് നമ്മൾ ജന്മി എന്ന് പറയുന്ന ആൾ, ലാൻഡ് ലോഡ്, ഹി ഹാസ് എ ബോണഫൈഡ് റിക്വയർമെന്റ് ദാറ്റ് ഹി ഹിംസെൽഫ് ഈസ് കൾട്ടിവേറ്റിംഗ്. അയാൾ സ്വയം കൾട്ടിവേറ്റ് ചെയ്യാൻ തയ്യാറായിട്ട് മുന്നോട്ട് വരുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എവിക്റ്റ് ചെയ്യാം. അപ്പോൾ 1963 കേരള ലാൻഡ് റിഫോംസ് ആക്ട് വരുന്നതിന് മുമ്പ് തന്നെ ദർ ആർ സർട്ടൻ പ്രൊവിഷൻസ് ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ വാട്ട് ഈസ് കോൾഡ് ഫാമർ, അല്ലെങ്കിൽ നമുക്ക് പറയാം കുടിയാൻ. അപ്പൊ അന്നത്തെ കാലത്ത് വളരെ വ്യക്തമായിട്ട് ഉണ്ടായിരുന്ന സ്ട്രക്ചർ. അതുകൊണ്ടാണ് ഞാൻ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്. കാരണം ഈ കുടിയാനിൽ തന്നെ പല സബ്സെക്ഷനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ലാൻഡിൽ നേരിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാർ, അവര് വെറും പട്ടേദാർ എന്നാണ് പറഞ്ഞിരുന്നത്. വെറും പട്ടേദാർ. അയാൾക്ക് ഈ ലീസ്, ഇത് ചെയ്യാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ, കൃഷി ഇറക്കാൻ. അയാളെ എപ്പോൾ വേണമെങ്കിലും കുടിയൊഴിപ്പിക്കാം. അപ്പൊ ആ രീതിയിൽ വരുന്ന സമയത്ത്, ഈ ദ്വന്ദ്ങ്ങൾ നിൽക്കുന്ന സമയത്ത് നിയമത്തിന്റെ ഒരു ഇന്റർഫറൻസ് പ്രീ 1963 വേണ്ടത്ര പരിഗണന കുടിയാനില്ല. അങ്ങനെ വരുന്ന സമയത്ത് അത് ആ ഹൈറാർക്കിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു നിയമമായിരുന്നു. കാരണം ഓൾഡ് സ്ട്രക്ചർ ഈസ് ഓൾവേസ് ഹൈറാർക്കിക്കൽ. അപ്പൊ അതിനെ ലെവിസ്ട്രോസ് ഇടയ്ക്ക് ഈ സ്ട്രക്ചർ ഈസ് കമ്പയർഡ് വിത്ത് വാട്ട് ഈസ് ഗ്രാമർ എന്ന് പറയാറുണ്ട്. The grammar of the language. We all know that the grammar of the language is hierarchical. There are certain rules. Only when we follow the rules, then only the grammar exists, the language exists എന്ന് പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ certain things were excluded. ആ പെരിഫറിക്ക് അപ്പുറത്താണ് ആര്? കുടിയാൻ. അത് ഓൾഡ് ലോ ആണ്. But when we come to 1963, very emphatically this landlord farmer or landlord kudiyan, Jenmi Kudiyan relationship was abolished. ആ ട്രാൻസിഷൻ നേരത്തെ കാണാൻ പറ്റി ഇടശ്ശേരിക്ക്. അതാണ് രാഘവൻ സാർ അതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം പുത്തൻ കലവും അരിവാളുമാണ്. ഈ നെല്ല് പുതിയ കലത്തിലാണ് കൊണ്ടുപോകുന്നത്. അത് ന്യൂ സ്ട്രക്ചറാണ്.
ഇറ്റ് ഈസ് എ സ്ട്രക്ചറൽ റെവല്യൂഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഓൾഡ് സ്ട്രക്ചറിന് പകരം ദർ ഈസ് എ ന്യൂ സ്ട്രക്ചറൽ റെവല്യൂഷൻ ദാറ്റ് ഹാപ്പൻഡ് ആഫ്റ്റർ 1963. പക്ഷേ ബിഫോർ ദാറ്റ് the poet was able to foresee it, and that thing was established by the writer of this book. അപ്പോൾ രാഘവൻ സാറിന് ആ കാര്യത്തെ കൃത്യമായിട്ട് കണ്ടെത്താൻ പറ്റി എന്നുള്ളതാണ്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉൾക്കാഴ്ച എന്ന് പറയുന്ന സംഭവം. കാരണം മറ്റൊരു പഠനത്തിലും മറ്റൊരു പുസ്തകത്തിലും മലയാളത്തിൽ ഈ രീതിയിലുള്ള ഒരു പഠനം കണ്ടതായിട്ട് അറിവില്ല. അപ്പോൾ അവിടെയാണ് ഈ പുസ്തകത്തിന്റെ പ്രസക്തി. ആ പറയുന്ന ഒരു ഷിഫ്റ്റ്, പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന സ്ട്രക്ചറൽ റെവല്യൂഷൻ ആ കവിതയിൽ കണ്ടെത്തി എന്നുള്ളതാണ്. അത് നിയമപരമായിട്ട് വളരെയധികം കൃത്യതയുള്ള ഒരു വസ്തുത കൂടിയാണ് 1963 ലോ വന്നപ്പോൾ. അപ്പൊ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പിന്നെ നമുക്ക് ഇത് വെറുതെ പറഞ്ഞാൽ മതിയല്ലോ. കാരണം ഈ ലോ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കോടതിയാണ്. അപ്പൊ കോടതി അങ്ങനെയുള്ള ചില പിന്നെ ഉത്തരവുകൾ, അതിൽ ആദ്യത്തെ കേസ് ഈ 1963 മുമ്പ് വന്ന ഒരു കേസാണ്. ഞാൻ പറഞ്ഞു 1929 മലബാർ ടെനൻസി ആക്ട് നിലവിലുള്ള സമയത്ത് വന്ന ഒരു കേസിൽ കോടതി പറയുന്നുണ്ട് കുടിയാനെ അനധികൃതമായിട്ട് അയാളെ ഒഴിപ്പിക്കാൻ പറ്റില്ല, അതിന് കണ്ടീഷൻസ് ഉണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസാണ്. അത് പിന്നെ അന്ന് സുപ്രീം കോടതി അല്ല, അത് ബിഫോർ ഇൻഡിപെൻഡൻസ് ആയതുകൊണ്ട് അത് പ്രിവി കൗൺസിലാണ്, അന്ന് അപ്പലറ്റ് കോർട്ട് ഇംഗ്ലണ്ടിലെ. അപ്പൊ അവിടെ വന്ന ഒരു വിധിയാണ് അത്. തലായൂർ നാരായണൻ മൂസദ് വേഴ്സസ് മമ്മദീസ എന്ന് പറയുന്നൊരു കേസാണ്. അതിന്റെ വിധി വന്ന 1944. 1929 മലബാർ ടെനൻസി ആക്ട് വരുന്നത്. ഇതുപോലെ ഒരു കുടിയാനെ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കേസാണ്. ആ കേസിൽ കോടതി പറഞ്ഞതാണ് ദ റൈറ്റ്സ് ഓഫ് ജന്മീസ് അപ്പോൺ എക്സ്പയറി ഓഫ് ലീസ് ആർ ഹെവിലി റെഗുലേറ്റഡ് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഒരു കുടിയാൻ അയാളുടെ പാട്ട കാലാവധി കഴിഞ്ഞാൽ ഉടനെ തന്നെ അയാളെ ഒഴിപ്പിക്കാൻ പറ്റില്ല. അവിടെ റെഗുലേഷൻ ഉണ്ട് ജന്മിക്ക് മുകളിൽ എന്ന് 44 തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യണം? ആ ജന്മി സ്വന്തമായിട്ട് കൃഷി ഇറക്കാൻ പോകുന്നു എന്ന് കോടതിക്ക് ബോധ്യം വേണം. അല്ലെങ്കിൽ പാട്ട ബാക്കി കുറേ ആയിട്ട് കുടിശ്ശികയായിട്ടുണ്ട് എന്ന് അയാൾ അവിടെ എവിഡൻസ് ആയിട്ട് ധരിപ്പിക്കണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? ഒഴിപ്പിക്കാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ പുത്തൻ കലവും അരിവാളും സൂചിപ്പിക്കുന്ന അരിവാൾ എന്ന കൾച്ചറൽ ടൂൾ ഈസ് ടു ഡൊമിസ്റ്റിക്കേറ്റ് ദ നേച്ചർ ആൻഡ് ദ ന്യൂ പോർട്ട്, അതായത് പുത്തൻ കലം, അത് കൾച്ചറൽ ഷിഫ്റ്റാണ്, സ്ട്രക്ചറൽ ഷിഫ്റ്റാണ്, സ്ട്രക്ചറൽ റെവല്യൂഷനാണ്. അപ്പോൾ നമ്മൾ എൻ്റെ ഒരു തോന്നലാണ്, ഇടശ്ശേരി ജന്മിത്വത്തെ മാനസികമായിട്ട് അംഗീകരിച്ചു എന്ന് പറയുന്നത് ശരിയാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. മറിച്ച് അദ്ദേഹം ആ കൾച്ചറൽ റെവല്യൂഷനെ നേരിട്ട് കണ്ടു, അല്ലെങ്കിൽ ആ കണ്ടംപററി സൊസൈറ്റിയിൽ നടന്ന കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കി. അതാണ് രാഘവൻ സാർ ഇവിടെ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിന് നിയമത്തിന്റെ കണ്ണിലൂടെ നോക്കുന്ന സമയത്ത് പിന്നീട് അത് കൃത്യമായി ഭവിച്ചു. 1963 ഈ ജന്മി കുടിയാൻ ബന്ധം അബോളിഷ് ചെയ്തു. ആൻഡ് ദ റൈറ്റ് ഓഫ് ദ ലാൻഡ് ഈസ് വെസ്റ്റഡ് ഓൺ ദ കുടിയാൻ. 1963 ശേഷം സംഭവിച്ചതാണ്. ആ കുടിയാന് അവന്റെ ഭൂമിയിൽ ആ റൈറ്റ് ലഭിക്കുകയാണ്. അപ്പൊ അത് എത്രയോ വർഷം മുമ്പ് ഇത് എഴുതാൻ പറ്റി എന്ന് പറയുന്നതും അതിനെ നിയമത്തിന്റെ കണ്ണിലൂടെ കാണാൻ പറ്റി എന്ന് പറയുന്നതുമാണ് ഈ ഗ്രന്ഥത്തിന്റെ അല്ലെങ്കിൽ ഈ പുസ്തകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ വശം എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഓൾഡും ന്യൂ സ്ട്രക്ചറും ഞാൻ പറഞ്ഞു. ന്യൂ സ്ട്രക്ചർ ഈസ് ഇൻക്ലൂഷൻ, അതാണ്. മറ്റത് എക്സ്ക്ലൂഷൻ ആയിരുന്നു. ബട്ട് ദ ന്യൂ സ്ട്രക്ചർ ഈസ് ഇൻക്ലൂഷൻ. ആ കൾച്ചറൽ ഷിഫ്റ്റ്, പാരഡൈം ഷിഫ്റ്റ് ഹാപ്പൻസ്. അപ്പോൾ പ്രോബ്ലം ഈസ് ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഓൾവേസ് കംസ് ബിഫോർ ദ കോർട്ട് ഈസ് who is the right owner? One who is owning the property by birth, or one who is shedding his blood, or we can say sweat. ഇപ്പോൾ വിയർപ്പൊഴുക്കുന്നവനാണോ, അവൻ്റെ രക്തം ചിന്തുന്നവരാണോ ഈ ഭൂമിയുടെ യഥാർത്ഥ അവകാശി? അതല്ല ജന്മം കൊണ്ട് ഈ ഭൂമിയുടെ സ്വന്തം ആയിത്തീർന്നവനാണോ അവകാശി എന്ന ചോദ്യമാണ് എപ്പോഴും കോടതിക്ക് മുമ്പിൽ ഉണ്ടായിരുന്നത്. അത് 1963 മുമ്പ് അത് ജന്മം കൊണ്ട് ഇത് ഓൺ ചെയ്തവന് അനുകൂലമായിരുന്നു. പക്ഷെ നിയമം മാറിയപ്പോൾ അതും മാറിയിരിക്കുന്നു. അപ്പൊ ഇവിടെ ഈ കവിത തന്നെ എന്തായിട്ട് മാറുകയാണ്? നേരത്തെ സംസാരിച്ച
പിന്നെ ഒരു പ്രാസംഗികൻ പറഞ്ഞിട്ടുണ്ട്, മിത്തീം എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ദ മോസ്റ്റ് ഫണ്ടമെന്റൽ ഇറെഡ്യൂസബിൾ യൂണിറ്റ് ഓഫ് മിത്താണ് ഈ മിത്തീം എന്ന് പറയുന്നത്. നമുക്ക് മലയാളത്തിൽ വേണമെങ്കിൽ പുരാവൃത്താംശം എന്നോ അതാണോ റൈറ്റ് എന്ന് എനിക്കറിയില്ല, ആ രീതിയിൽ ഉപയോഗിക്കാവുന്ന ഒരു സംഭവം. അപ്പൊ കവിത തന്നെ ഒരു മിത്തീമായിട്ട് മാറുകയാണ്. കാരണം ദിസ് ഈസ് എ ക്ലിയർ ഇൻഡിക്കേഷൻ ഓഫ് ഹൗ ദ സ്ട്രക്ചർ ദാറ്റ് അണ്ടർഗോസ് tremendous change and a complete transformation after the land reforms. അത് ലാൻഡ് റിഫോംസിലേക്ക് നയിച്ചത് സോഷ്യോ പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആണ് എന്ന കാര്യം നമ്മൾ ഓർമ്മിക്കുകയും വേണം. അപ്പൊ അത് കണ്ടെത്താൻ പറ്റി എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ കോടതിയിലേക്ക് വരുന്ന സമയത്ത് 1963 എത്തുമ്പോഴേക്ക് എന്താണ്, കൾച്ചറാണ് ഇമ്പോസ് ചെയ്യപ്പെടുന്നത്. അതാണ് കോഡിഫൈഡ് എന്ന് പറയാൻ കാരണം. കൾച്ചർ എപ്പോഴും കോഡിഫൈഡ്, ഓൾ ദി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് കൾച്ചർ ബിക്കെയിം കോഡിഫൈഡ്. പിന്നെ നമ്മൾ പറയുന്നത് ആ വിളജപ്തി നിയമവിധേയമായ ക്രൂരത എന്ന് പറയുന്നതിനുള്ള ഒരു സൊല്യൂഷൻ എന്താണെന്ന് പറഞ്ഞാൽ ദർ ഈസ് എൻ ഇൻ്റഗ്രേഷൻ. അതും ക്ലോഡ് ലെവിസ്ട്രോസ് പറഞ്ഞു വെച്ച കാര്യമാണ്, ഇൻ്റഗ്രേഷൻ ആണ്. അപ്പോൾ ഈ ദ്വന്ദ്ങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ഹൗ ടു റിസോൾവ് എന്ന ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ കുടിയാൻ അല്ലെങ്കിൽ ഈ ജന്മി കുടിയാൻ വ്യവസ്ഥ, അപ്പോൾ അത് വെറും ഇക്കണോമിക് ആയിട്ടുള്ള ഒരു പിന്നെ സ്ട്രക്ചർ അല്ല എന്ന് നമുക്കറിയാം. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ്, ഇറ്റ് ഈസ് എ റിജിഡ് ഹൈറാർക്കി ദാറ്റ് ഷിഫ്റ്റഡ് ഫ്രം നാച്ചുറൽ or we can say divine right to what is a rational and civil law. ഇതാണ് ഇതിലെ എന്താണ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന പാർട്ട്. അതായത് നേരത്തെ ഒരു ഡിവൈൻ റൈറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ അത് നാച്ചുറൽ ആയിട്ട് കിട്ടിയ റൈറ്റ് എന്ന് പറയുന്ന സംഭവത്തെ കോടതിയുടെ ഇടപെടലുകൾ അല്ലെങ്കിൽ നിയമത്തിന്റെ ഇടപെടലുകളിലൂടെ റാഷണൽ ആയിട്ട് മാറുകയാണ്. അവിടെ റാഷണാലിറ്റി ഉണ്ട്. കാരണം വൺ ഹു ഈസ് വർക്കിംഗ് ഓൺ ദ ലാൻഡ്, ഷെഡിങ് ഹിസ് ബ്ലഡ് ആൻഡ് സ്വെറ്റിംഗ്, അവന് അവകാശമുണ്ട്. അപ്പൊ അത് എന്താണ്, ഇറ്റ് ബിക്കംസ് റാഷണൽ ആൻഡ് ഇറ്റ് ബിക്കംസ് സിവിൽ ലോ. അതാണ് നമ്മൾ ലോ എന്ന് പറയുന്ന കാര്യത്തിന്റെ ആ ഒരു കാഴ്ചപ്പാട് അവിടെ വരുന്നത്. അപ്പൊ അവിടെ ഒരു ഇന്റഗ്രേഷൻ നടക്കുകയാണ്. ഈവൻ ദ ജന്മി, ദ ലാൻഡ് ലോർഡ് ഈസ് what is able to accept it because he does not have any other way. ഇത് നിയമമാണ്, സിവിൽ ലോ ആണ്. അപ്പൊ ലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്താണ്, ഇറ്റ് ബിക്കെയിം ദ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ആയിട്ട് വരികയാണ്. ഈ ദ്വന്ദ്ങ്ങളെ, ബൈനറിയുടെ ആ പിന്നെ സംഘർഷത്തെ റിസോൾവ് ചെയ്യുന്ന ഇന്റഗ്രേഷൻ ഫാക്ടർ ഈസ് ദ ലോ, നിയമമാണത്. അവിടെയാണ് ഈ പുസ്തകത്തിൽ നിയമത്തിന്റെ കണ്ണിലൂടെ വായിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രാധാന്യം വർദ്ധിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കേസിന് ശേഷം ഇപ്പോൾ ഉദാഹരണത്തിന് ഈ 1963 ഞാൻ പറഞ്ഞു അതൊരു പാരഡൈം ഷിഫ്റ്റ് ആണ് ആ നിയമം വന്ന്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ ഗ്രാമർ ഓഫ് ഹൈറാർക്കി എന്ന് പറയുന്ന സംഭവം മാറിയിട്ട് ഗ്രാമർ ഓഫ് ഇക്വാളിറ്റി ആവുന്നത്. നേരത്തെ ഹൈറാർക്കിയാണ് ജന്മി മുകളിലും കുടിയാൻ വളരെ താഴെയും, അതിൻ്റെ ഇടയിലാണ് വെറും പട്ടേദാറും അതുപോലെ കാണംദാർ എന്ന് പറഞ്ഞിട്ട് കാണത്തിന് എടുക്കുന്ന ആള് അയാൾ തിരിച്ച് പിന്നെ കുടിയാന് കൊടുക്കുന്നു. ഇവരൊക്കെ ഇന്റർമീഡിയറീസ് ആണ്. വെറും പട്ടേദാറും ഇവരൊക്കെ ഇന്റർമീഡിയറ്റ്സ് ആണ്. പക്ഷേ ആ ഇന്റർമീഡിയറീസ് വരുമ്പോൾ അത് ഹൈറാർക്കി ആണല്ലോ. ഒരാൾ വളരെ ഉയരത്തിലും അതിൻ്റെ ഇടയ്ക്ക് കുറേ ആൾക്കാരും വളരെ താഴെയും. ആ ഹൈറാർക്കി ഇല്ലാതായി 1963 നിയമമാണ് അത് ഉണ്ടാക്കുന്നത്. അതാണ് ഗ്രാമർ ഓഫ് ഇക്വാളിറ്റി എന്ന് പറയുന്നത് ഇൻ ദ വേർഡ്സ് ഓഫ് ലെവിസ്ട്രോസ്. അപ്പോൾ ഗ്രാമർ ഓഫ് ഇക്വാളിറ്റിയിലേക്ക് വന്നു, ഗ്രാമർ ഓഫ് ഹൈറാർക്കിയിൽ നിന്ന് ഗ്രാമർ ഓഫ് ഇക്വാളിറ്റിയിലേക്ക് വന്നു. ആ ഒരു ട്രാൻസിഷൻ ഈ പുസ്തകത്തിൽ സാറ് കണ്ടെത്തി, അത് കൃത്യമായിട്ട് അവിടെ അവതരിപ്പിച്ചു. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ആസ് ഫാർ ആസ് ഐ ആം കൺസേൺഡ്. അപ്പോൾ ഈ ട്രാൻസിഷൻ്റെ ഭാഗമായിട്ട് എന്താണ്, നമുക്ക് നേരത്തെ പറഞ്ഞ ഈ പൂതപ്പാട്ടിലേക്ക് വന്നാൽ നമ്മൾ നോക്കൂ, ദ മദർ ആൻഡ് ഫോസ്റ്റർ മദർ, അല്ലെങ്കിൽ നമ്മൾ പറയാണ് പെറ്റമ്മ പോറ്റമ്മ. അതാണ് സാർ ഉപയോഗിച്ചിരിക്കുന്ന ആ ദ്വന്ദ്ങ്ങൾ, പെറ്റമ്മ പോറ്റമ്മ. ഇത് വളരെ വലിയ ഒരു സമസ്യയാണ്. കാരണം ടൈം ഇമ്മോറിയൽ human civilization or the human psyche was very much concerned about the question of നേരത്തെ നമ്മൾ ലാൻഡിനെ കുറിച്ച് പറഞ്ഞു, വൺ ഹൂ സ്വെറ്റ്, വിയർക്കുന്നവൻ, ആൻഡ് വൺ ഹൂ ഗോട്ട് ഇറ്റ് ബൈ ബർത്ത്, ആരാണ് ഓണർ. ദ സെയിം വേ ദ മദർ, ദാറ്റ് ഈസ് ബയോളജിക്കൽ മദർ ഓർ ദ ഫോസ്റ്റർ മദർ, പെറ്റമ്മയാണോ പോറ്റമ്മയാണോ എന്നുള്ള ക്വസ്റ്റ്യൻ വളരെ വലിയൊരു സമസ്യയായിരുന്നു.
അതിൽ ഒരുപാട് കഥകൾ. ഇപ്പോൾ സാറ് തന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു ടോൾഡ് ബ്രെഡ് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഉദാഹരണം പറയുന്നുണ്ട്, ചോക്ക് സർക്കിൾ എന്ന് പറഞ്ഞിട്ട്. വെൻ ദർ ഈസ് എ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ടു മദേഴ്സ് claiming that the child was theirs, the ruler, he made a circle with a chalk and asked the son to be inside that circle and asked the two mothers to pull it outside the circle. The biological mother didn't do it because of the safety of the child, and the ruler was able to pronounce who was the right owner of the child. അപ്പോൾ ആ സമയത്ത് ആരായിരുന്നു? ബയോളജിക്കൽ മദറാണ്. ഇതേ കഥേനെ നമ്മൾ ബൈബിളിലെ ഓൾഡ് ടെസ്റ്റമെന്റിൽ സോളമൻ എന്ന് പറയുന്ന ചക്രവർത്തിയുടെ മുമ്പിൽ ഇതേ ഒരു കഥാപാത്രം എന്ന് നമുക്കറിയാം. കുഞ്ഞിൻ്റെ അവകാശികളായിട്ട് ഫോസ്റ്റർ മദറും ബയോളജിക്കൽ മദറും വരുന്നു. സോ he could not make a decision, so he told that okay, I will cut the child into 2 pieces, both of you claim. അപ്പോൾ ബയോളജിക്കൽ മദർ just withdraw because she was thinking about the safety and the survival of the child. അപ്പോൾ അത് ക്വൈറ്റ് നാച്ചുറൽ ആണ്. അവിടെ മദർ എന്ന് പറയുന്ന ബയോളജിക്കൽ മദർ ഈസ് ദ സോഴ്സ് ഓഫ് ഐഡന്റിറ്റി, ജെനറ്റിക്കൽ സോഴ്സ് ഓഫ് ദ ചൈൽഡ്. ഇപ്പൊ കുട്ടിയുടെ ജെനറ്റിക്കൽ സോഴ്സ് ആണത്. ഈ ജെനറ്റിക്കൽ സോഴ്സ് ആണ് എന്ന് ക്ലെയിം ചെയ്യുകയാണ് ആര്? ജന്മി. ഇത് ബൈ ബർത്തിൽ എനിക്ക് കിട്ടിയിരിക്കണം. കാരണം അവിടെ നമ്മൾ പാറ്റേണിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം കൂടിയുണ്ട്. കാരണം എല്ലാ സംസ്കാരത്തിലും നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താണ്? ദ നാച്ചുറൽ ഗാർഡിയൻ ഓഫ് ചൈൽഡ് ഈസ് ഫാദർ എന്നാണ്. അത് പല ലോയിലും പിന്നീട് മാറ്റം വന്നിട്ടുണ്ട്. ഏജ് ലിമിറ്റൊക്കെ വെച്ചു. മുസ്ലിം ലോയിലൊക്കെ ആകുന്ന സമയത്ത് 7 വയസ്സ് വരെയുള്ള ആൺകുട്ടി ഫാദറിൻ്റെ കസ്റ്റഡിയിലും 2 വയസ്സ് വരെയുള്ള പെൺകുട്ടി മദറിൻ്റെ അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ എവിടെയും പറയുന്നതാണ് നാച്ചുറൽ ഗാർഡിയൻ ഈസ് ഫാദർ എന്നാണ്. അത് ഈ മിത്ത് ഓഫ് പാറ്റേണിറ്റി എന്ന് പറയുന്നൊരു സംഭവമാണത്. അത് റോമിലുണ്ടായിരുന്നു. റോമിൽ പഴയ കാലത്ത് പിന്നെ നമുക്കറിയാം ചില കുട്ടികൾ ജനിക്കുമ്പോൾ സമയത്ത് അംഗവൈകല്യം ഉള്ളവരൊക്കെ കൊന്നുകളയുന്ന പതിവൊക്കെ ഉണ്ട് റോമിൽ. അപ്പോൾ പലപ്പോഴും അവര് എന്താ പറയുക, വെറ്റ് നേഴ്സിനെ പിന്നെ കൊടുത്തയക്കും കുട്ടികളെ. പിന്നീട് ആ നേഴ്സ് മദറായിട്ട് മാറുകയാണ്. അപ്പോൾ തർക്കം വരും. ഈ തർക്കം വരുന്ന സമയത്ത് കോടതി പലപ്പോഴും പറയാ ബോത്ത് ഓഫ് യു ആർ നോട്ട് ദ റിയൽ ഓണർ ബട്ട് ദ ഫാദർ എന്നാ പറയുക. കാരണം അത് ഈ മിത്ത് ഓഫ് പാറ്റേണിറ്റി ആണ്. അച്ഛനാണ് നാച്ചുറൽ ഗാർഡിയൻ എന്നുള്ളത്. പക്ഷെ അതല്ല ഇവിടെ നേരെ മറിച്ച് ഇവിടെ വരുന്നത് ഈ അമ്മ എന്ന സങ്കല്പം. അപ്പൊ അവിടെ മദറും ഉണ്ട്, മദറിങ്ങും ഉണ്ട്. മദർ നമുക്ക് ഈ ഗ്രാമറിൽ പറയുകയാണെങ്കിൽ മദർ എന്താണ്? ഇറ്റ്സ് എ നൗൺ ആണ്. അപ്പൊ നൗൺ എന്താണ്? ബീങ് എ സ്റ്റേറ്റ് എന്നാണ് നമ്മൾ പറയുക. ഒരു അവസ്ഥയാണ് നൗൺ. അതാണ് അമ്മ എന്ന് പറയുന്നത്. അത് പാസ്റ്റ് ആണ്, എസെൻഷ്യൽ ആണ്, ജെനറ്റിക്കലാണ്. മദറിങ് എന്ന് പറയുന്നത് ഒരു വേർബാണ്, ഡൂയിങ് സംതിങ് അല്ലെ. ഫോസ്റ്റർ മദർ എന്താ ചെയ്യുന്നത്? നർച്ചറിങ് ദ ചൈൽഡ് ആണ് ആൻഡ് റെസ്പോൺസിബിൾ ഫോർ ദ ഗ്രോത്ത് ഓഫ് ദ ചൈൽഡ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആണ് ഇതിൽ ഏറ്റവും പ്രധാനം. മദർ എന്ന സങ്കല്പത്തിലെ മദർ ആൻഡ് മദറിങ്, ഹു ഈസ് ദ റിയൽ മദർ? അതിനാണ് ഇൻ ദ എൻഡ് ഓഫ് ദാറ്റ് പോയം, ആ കവിതയിലെ പൂതപ്പാട്ടിലെ അവസാനം ഒരു ഇന്റഗ്രേഷൻ നടക്കുന്നുണ്ട്. ആ ഇന്റഗ്രേഷൻ എന്താണ്? പൂതത്തിന് എന്ത് ചെയ്യാൻ പറ്റും? വർഷത്തിൽ ഒരിക്കലും ഉണ്ണിയെ കാണാൻ പറ്റും. അപ്പൊ അവിടെ എന്താണ്? ദർ ഇസ് എ സ്പേസ് ഗിവൺ ടു ദ പൂതത്തിനും ഒരു സ്പേസ് കൊടുക്കുകയാണ്. അതാണ് ഇന്റഗ്രേഷൻ. അപ്പോൾ ഈ ബൈനറി ഓപ്പോസിഷൻസിനെ, അൺറിസോൾവ്ഡ് ആയിരിക്കുന്ന ഈ ദ്വന്ദ്ങ്ങളെ റിസോൾവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇന്റഗ്രേഷൻ ആ കവിതയിൽ തന്നെയുണ്ട്. അതാണ് അതിന്റെ എൻഡില് എന്താണ്? പൂതത്തിന് കൊടുക്കുകയാണ്, അനുവാദം കൊടുക്കുകയാണ് വർഷത്തിൽ ഒരിക്കൽ ഉണ്ണിയെ കാണാനും ഉണ്ണിയുമായിട്ട് നേരത്തെ പറഞ്ഞ കേളികൾ അല്ലെങ്കിൽ ദ പ്ലേ ഹൗസ് ദാറ്റ് ക്യാൻ ബി റിപ്പീറ്റഡ്. അപ്പൊ അവിടെ പൂതത്തിനും എന്ത് വരുന്നുണ്ട്? പൂതം നേരത്തെ നമ്മൾ പറഞ്ഞ നേച്ചറാണ്, മദർ കൾച്ചറാണ്. നേച്ചർ എന്താണ്? വൈൽഡ് ആണ് അല്ലെ. പൂതം എന്താണ്? നമ്മൾ പറയുന്നുണ്ട് ഇറ്റ് വാസ് ഹോണ്ടിങ് ദ വിൽഡർനെസ് ആൻഡ് ഈവൻ അട്രാക്ടിങ് ദ യങ് പീപ്പിൾ ആൻഡ് സക്കിങ് ദ ബ്ലഡ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇൻ ദ എൻഡ് പൂതം മാറി. പൂതം എന്താണ്? ഇറ്റ് ഈസ് നോട്ട് ഹോണ്ടിങ് ദ പീപ്പിൾ, റാദർ ഇറ്റ് ഈസ് വിസിറ്റിംഗ് എവറി ഹൗസ് വൺസ് ഇൻ എ ഇയർ ആൻഡ് ഇറ്റ് ഹാസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു എ ഡയറ്റി. അപ്പോൾ അവിടെ ഇന്റഗ്രേഷനാണ് നടന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ കവിതയിൽ നിയമത്തിന്റെ കണ്ണിലൂടെ കാണുന്ന ആ ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന സംഭവം, നിയമം അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിയമം ഒരിക്കലും പിന്നെ ഫോസ്റ്റർ മദറിനെ എന്ത് ചെയ്യുന്നില്ല? നെഗേറ്റ് ചെയ്യുന്നില്ല. അതിന് നമുക്ക് ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ചില കേസുകളുണ്ട്. എങ്ങനെയാണ്
ഈ പിന്നെ ഫോസ്റ്റർ മദേഴ്സിനെ അംഗീകരിക്കുന്ന നിയമം എന്ന് പറയുന്നത്. അതിൽ ഡോക്ട്രിൻ ഓഫ് ബെസ്റ്റ് ഇൻട്രസ്റ്റ് എന്നാണ് കോടതി തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു പ്രിൻസിപ്പിൾ, ഡോക്ട്രിൻ ഓഫ് ബെസ്റ്റ് ഇൻട്രസ്റ്റ്. അപ്പോൾ അതിലൊരു കേസ്, ഒരു ദാസരി അനിൽകുമാർ വേഴ്സസ് ദ ചൈൽഡ് വെൽഫെയർ പ്രോജക്റ്റ് ഡയറക്ടർ, അത് സുപ്രീം കോടതിയിലെ കേസാണ്, 2025 വന്ന കേസാണ്. തർക്കം ഉണ്ടാവുകയാണ് ആ സമയത്ത് ഫോസ്റ്റർ മദർ, കാരണം കുട്ടി കുറേ വർഷങ്ങളായിട്ട് ഈ വളർത്തമ്മയുടെ കൂടെയാണ്. ആൻഡ് ഹി ഹാഡ് മെയ്ഡ് എൻ അറ്റാച്ച്മെന്റ് ദാറ്റ് ഈസ് ക്വൈറ്റ് നാച്ചുറൽ, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ കുട്ടിയുടെ താല്പര്യം എന്താണെന്നാണ് കോടതി നോക്കുന്നത്, വെൽഫെയർ ഓഫ് ദ ചൈൽഡ്, ആൻഡ് കോർട്ട് റൂൾഡ് ഇൻ ഫേവർ ഓഫ് ദ ഫോസ്റ്റർ മദർ. അപ്പോൾ കോടതി പലപ്പോഴും ഇന്റഗ്രേറ്റിംഗ് ടൂൾ ആയിട്ട് മാറുന്നു. നേരത്തെ ലാൻഡ് റിഫോംസിൽ സ്റ്റേറ്റ് എങ്ങനെയാണോ ഒരു ഇന്റഗ്രേഷൻ ടൂളായിട്ട് ഈ ബൈനറി ഓപ്പോസിഷൻസിനെ മാറ്റിയത്, അതേപോലെ നിയമം ഒരു ഇന്റഗ്രേഷൻ ടൂളായിട്ട് പറയുന്നു. കുറേയേറെ പറയാനുണ്ട്, പക്ഷെ സമയത്തിന്റെ പരിമിതി കൊണ്ട് നിർത്തുകയാണ്. കാരണം ഇത് വളരെ ഗഹനമായിട്ട് ചിന്തിക്കേണ്ട മറ്റു പല നിയമവ്യവസ്ഥകളും കൂടി വരുന്ന ഒരു പുസ്തകമാണിത്. വളരെ മനോഹരമായിട്ട് നിയമത്തിന്റെ കണ്ണിലൂടെ ഈ പുസ്തകത്തെ അവതരിപ്പിക്കാൻ സാറിന് കഴിഞ്ഞിട്ടുണ്ട്. പല സൂചനകൾ, ആ പരിപാലനം, കോടതി, ഈ വിധി, വിളജപ്തി, അതൊക്കെ നമ്മളെ നയിക്കുന്നത് ഈ നിയമപരമായിരിക്കുന്ന പരിരക്ഷയും അല്ലെങ്കിൽ ഇൻ്റഗ്രേഷൻ ആയിട്ട് എങ്ങനെ മാറുന്നു എന്നതിലേക്കാണ്. അപ്പോൾ ഞാൻ ഈ പുസ്തകം വായിച്ചപ്പോൾ സത്യത്തിൽ സാറ് ഈ എത്രമാത്രം എഫേർട്ട് അല്ലെങ്കിൽ ആ ഒരു റിസർച്ച് മൈൻഡ് ഇതിലേക്ക് അപ്ലൈ ചെയ്തു എന്നത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ഇറ്റ് ഈസ് എ ഫ്യൂച്ചറിസ്റ്റിക് എന്ന് പറയാൻ കാരണം. താങ്ക് യു.